നമസ്കാരം. മിഥുൻ മാനുവൽ തോമസ് എഴുതി വൈശാഖ് ഡയറക്ട് ചെയ്ത ടർബോ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. സിനിമ കണ്ട അഭിപ്രായം പറയുന്ന ആളുകളെ, ടർബോ സിനിമ കണ്ട അഭിപ്രായം പറയുന്ന ആളുകളെ രണ്ട് പാർട്ടിയിൽ പെടുത്തുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. സിനിമ ഇഷ്ടപ്പെട്ട ആളുകളെല്ലാം സുഡാപ്പികൾ, അന്തം സുഡാപ്പികൾ. സിനിമ ഇഷ്ടപ്പെടാത്ത ആളുകളെല്ലാം സംഘികൾ, അന്തം സംഘികൾ എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. ഞാൻ ഏതായാലും ഇന്ന് മൃദു സംഖ്യയായിട്ട് മാറേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർബോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല, വർക്കായില്ല. സിനിമയുടെ ട്രെയിലർ വന്ന സമയത്ത് അത് എക്സൈറ്റ്മെന്റ് കൊണ്ട് റിവ്യൂ ചെയ്ത സമയത്ത് ഞാനൊരു സുഡാപ്പിയായിരുന്നു. എന്നാൽ സിനിമ കണ്ടതിന് ശേഷം ഇന്ന് ഞാൻ സംഘി എന്നുള്ള പേരിൽ അറിയപ്പെടും. എന്തൊരു കഷ്ടമാണ്. കാശ് കൊടുത്ത് സിനിമയും കാണണം, ഈ ഒരു അപമാനം, ഇത്ര വൃത്തികെട്ട ഒരു അപമാനം കൂടെ സഹിക്കണം. ഞാൻ ആളുകളോട് എപ്പോഴും പറയാറുണ്ട്, കമ്മി എന്നോ കൊങ്ങി എന്നോ വിളിച്ചു, സംഖ്യ എന്നോ സുഡാപ്പി എന്നോ വിളിക്കല്ലേ. അത്രത്തോളം അപമാനം സഹിക്കാൻ വയ്യ. ഇനിയിപ്പോൾ ടെർബോയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിഥുൻ മാനുവൽ തോമസിന്റെ വൻ എഫേർട്ട്, എത്രത്തോളം സൗത്ത് ഇന്ത്യൻ സിനിമകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയിൽ വ്യക്തമാണ്. എന്തൊരു റെഫറൻസ് ആണ്, എന്തൊരു പഠനമാണ്, എന്തൊരു ബ്രില്യൻസ് ആണ്. ഒരു കാലത്ത് തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമാ ലോകം വേണ്ട വിട്ട് കളഞ്ഞേക്കാൻ, തേഞ്ഞു തീർന്നു എന്ന് വിചാരിച്ച് എടുത്ത് കളഞ്ഞ ആ ഒരു ട്രീറ്റ്മെന്റ് ഈ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടിയെ വെച്ച് പരീക്ഷിക്കാനായിട്ട് തോന്നിയ ആ ഒരു മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും ഒട്ടും മതിയാവില്ല. എന്തൊരു കഷ്ടമാണ്. ചില ആളുകളുടെ കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ആകെ വിഷമം തോന്നും. 70 വയസ്സുകാരൻ്റെ ആറാട്ടോ, നിറയാട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രായത്തെ വെച്ചിട്ടുള്ള ഷെയ്മിങ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഈ ഒരു പ്രായത്തിൽ ഈ കാലഹരണപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾ ഉള്ള സിനിമകളിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് എടുത്തു പറഞ്ഞിട്ട് അദ്ദേഹത്തെ വാഴ്ത്തേണ്ട ഒരു ഗതികേട് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാളികൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു പ്രായത്തിൽ, ഇത്ര എക്സ്പീരിയൻസിൽ അർഹിക്കുന്ന സാധനങ്ങൾക്ക് ഒരു മിനിമം ക്വാളിറ്റി വേണം. ഈ ഒരു സിനിമയിൽ ഞാൻ ആ പറയുന്ന ക്വാളിറ്റി ഒന്നും കണ്ടില്ല. അമ്മാതിരി ക്ലീശേ ട്രീറ്റ്മെന്റ് എന്തുവാണ്. ഒരു കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നാട്ടിലെ കുറുമ്പനായിട്ടുള്ള നായകൻ നാട്ടിലെ ചെല്ലറ വില്ലത്തരങ്ങളൊക്കെ കാണിച്ചു കഴിയുമ്പോഴത്തേന് അച്ഛൻ അമ്മ പാസം കൊണ്ട് ചെന്നൈയിലേക്കോ ഹൈദരാബാദിലേക്കോ ബാംഗ്ലൂരിലേക്കോ മുംബൈയിലേക്കോ കയറ്റി അയക്കാറുണ്ട്. അവിടെ അവർക്ക് പാസമുള്ള ഒരു അളിയനോ പെങ്ങളോ ഒക്കെ സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. സ്വമേധയാ പോകുന്ന ആളുകളുണ്ട്, നൻപൻ പാസത്തിൽ പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ അവിടേക്ക് ചെല്ലുന്ന ആളുകൾ, നായകന്മാർ ഉറപ്പായും അവിടെയുള്ള ഏതെങ്കിലും ഡോണുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ആ ഒരു കാലഘട്ടം വരെ ആ ഒരു നാടിനെ വിറപ്പിക്കുന്ന, നിയമത്തെ നോക്കുകുത്തിയാവുന്ന ഡോണിനെ ഇയാൾ ഒറ്റയ്ക്ക് നേരിട്ട് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ആ ഒരു ഫ്രഷ് സാധനം മമ്മൂട്ടിയെ വെച്ചിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ പരീക്ഷിക്കാനായിട്ട് തോന്നിയത് എനിക്കറിയില്ല എന്തുവാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഭയങ്കര ഹൈപ്പാണ്. ആ ഹൈപ്പിനോട് നീതി പുലർത്തുന്ന ഒരു സാധനമില്ല. വെറുതെ അപമാനമാണ് മറ്റേ മമ്മൂട്ടിയുടെ പ്രായത്തെയും എക്സ്പീരിയൻസിനെയും വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു കമൻറ്റുകൾ ഇടുന്നത്. കാരണം അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നില്ല ഈ ഒരു സ്ക്രിപ്റ്റ് ഒന്നും. മമ്മൂട്ടിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് മമ്മൂട്ടി കമ്പനി ചെയ്ത ഒരു സിനിമയാണ്. പക്ഷേ എനിക്ക് കടുത്ത നിരാശ തോന്നി. നിങ്ങൾക്കറിയാം മമ്മൂട്ടി സിനിമകളെ എത്രത്തോളം സ്നേഹത്തോടെയാണ് ഞാൻ സ്വീകരിക്കുന്നത്, എനിക്ക് അത് എത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു സിനിമ, അതിൻ്റെ എല്ലാ ക്രെഡിറ്റും, ഈ ഒരു സിനിമയുടെ വിജയപരാജയങ്ങളുടെയും കമൻറ്റുകളുടെയും എല്ലാ ക്രെഡിറ്റും മിഥുൻ മാനുവൽ തോമസിന് അർഹതപ്പെട്ടതാണ്. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, സാഹിത്യ അഭിരുചിയുള്ള ആളുകൾക്ക് സാഹിത്യ സൃഷ്ടികൾ നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്ലീശേ കഥാസന്ദർഭങ്ങൾ, കഥാമുഹൂർത്തങ്ങൾ നിങ്ങളുടെയൊക്കെ സാഹിത്യ സൃഷ്ടികളിൽ വരാതിരിക്കാൻ വേണ്ടി എന്ത് വേണം? വായന വേണം. കൂടുതൽ പുസ്തകങ്ങളെ അടുത്ത് അറിയേണ്ടതുണ്ട്. പുസ്തകങ്ങളെ ഈ ഒരു കാലത്ത് അടുത്തറിയാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ഓഡിയോ ബുക്കുകളായി കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എവിടെ പോകുന്ന സമയത്തും എപ്പോഴും നിങ്ങൾക്കത് ചെവിയിൽ കേൾക്കാനായിട്ട് സാധിക്കും. കുക്ക് ഓഫ് മാപ്പിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മുൻപ് പലതവണ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിൽ പല ആളുകൾക്ക് വലിയ പ്രിയമാണ് കുക്ക് ഓഫ് മാപ്പിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളത് എനിക്കറിയാം. കുക്ക് ഓഫ് മാപ്പ് 10,000 പുസ്തകങ്ങൾ പ്രാദേശിക ഭാഷകളിലടക്കം ഓഡിയോ ബുക്കുകളായി മാറ്റിയ ഒരു ആപ്പാണ്. ഇപ്പോൾ കുക്ക് ഓഫ് മാപ്പ് ഒരു ഗംഭീര ഓഫർ നൽകുന്നുണ്ട്. 7 ദിവസത്തെ ട്രയൽ പീരീഡ്. ഈ ഒരു ട്രയൽ പീരീഡിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 1000-ലധികം പുസ്തകങ്ങൾ കേട്ട് നോക്കാവുന്നതാണ്. കേട്ട് ആസ്വദിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം തുടർന്ന് ഈ ഒരു ആപ്പിൻ്റെ സേവനങ്ങൾ എടുത്താൽ മതി, സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. പ്രാദേശിക ഭാഷകൾ എന്ന് പറയുമ്പോൾ പ്രാദേശിക ഭാഷകളിലെ ക്ലാസിക്കുകൾ അടക്കം കുക്ക് ഓഫ് മാപ്പിൽ അവൈലബിൾ ആണ്. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരുടെ ക്ലാസിക്കുകൾ, ഇപ്പോൾ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട്, എം മുകുന്ദൻ്റെ കഥകൾ, തകഴിയുടെ ചെമ്മീൻ, ടി.ഡി. രാമകൃഷ്ണൻ്റെ കഥകൾ. ഇനിയിപ്പോൾ ഇത്തിരി കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ബുക്കുകളാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ കെ.ആർ. മീരയുടെ കഥകളുണ്ട്, ആരാച്ചാർ പോലെയുള്ള കഥകളുണ്ട്, ഹരീഷിൻ്റെ മീശയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരിയധികം കൃതികളുടെ ഓഡിയോ പതിപ്പ് നിങ്ങൾക്ക് കുക്ക് ഓഫ് മാപ്പിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. വളരെ മികച്ച ഇൻ്റർഫേസിൽ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനോടെ, നോട്ട്സൊക്കെ നോട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനോടെ ഈ ഒരു ആപ്പ് ഇപ്പോൾ ഈസി ആയിട്ട് 7 ദിവസത്തെ ഒരു ട്രയൽ ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ കമൻറ്റ് ബോക്സിലെയും ഡിസ്ക്രിപ്ഷനിലെയും ലിങ്കുകൾ ഉപയോഗിക്കുക. ഇനി ടർബോയിലേക്ക് ടർബോ ഓൺ ആവാതെ തീരെ ചാർജ് ഇല്ലാതെ ഞാൻ തിരിച്ചിറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി അദ്ദേഹത്തിന് കൊടുത്ത ക്യാരക്ടർ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റുന്ന മിനിമം ഒരു സംഭവം ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഡയലോഗുകൾ,
ലോക്കൽ ഡയലക്റ്റുകൾ എത്ര ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ് മമ്മൂട്ടി. എന്നിട്ടാണ് ഇടുക്കി ഭാഷയിൽ കുറെ ക്രിഞ്ചൻ ഡയലോഗ് എഴുതിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. അതും അത്ര നൈസായില്ല. ഈ സിനിമ കാണുന്ന സമയത്ത് ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ് കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സിനിമ തുടങ്ങിയ സമയത്ത് വലിയ ആരവങ്ങളുണ്ട്. മമ്മൂട്ടി കമ്പനി എന്നൊക്കെ എഴുതി വന്ന സമയത്ത് വലിയ ആരവങ്ങളുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു ആരവങ്ങൾ ഒരു ഏരിയയിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കപ്പെട്ടു. അതിനിടയ്ക്ക് ചില തമാശകളൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ മിക്കവാറുള്ള തമാശകൾക്ക് ചിരി വരാറുണ്ട്. ഞാൻ കുറേയധികം തമാശകൾക്ക് ചിരിച്ചു. പക്ഷേ എൻ്റെ സൈഡിലിരുന്ന ഓഡിയൻസിൻ്റെ ആവേശം, ആദ്യത്തെ ഒരു ആവേശം പിന്നീട് കണ്ടില്ല. ടെർബോ ആണെങ്കിലും ഭയങ്കര ടെർബോലാഗായിരുന്നു പല സാഹചര്യങ്ങളിലും. അങ്ങോട്ട് കയറി വരുന്നില്ല. ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കുറേയധികം സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ ഒരു അതിപ്രസരം കാരണം സിനിമയുടെ കഥയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കഥാഗതിയോ ഒക്കെ വൻ പരാജയമായിട്ട് പോയി. ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു രീതി, ടെർബോ ജോസിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി വേണം, ആ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യണം. അതൊക്കെ നിർബന്ധിച്ച് വലിച്ചഴച്ച് പറയുകയാണ്. ടെർബോ ജോസ് മറ്റേ സായിപ്പന്മാരെ മലമണ്ടയിൽ കയറ്റുന്ന ജീപ്പ് ഓടിക്കുന്ന ഒരാൾ, അതാണ് ടെർബോ ജോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അത് വേണ്ടാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. ജോണി ആന്റണി വന്ന് പറയുകയാണ്. എന്തൊരു അരോചകമാണത്. അതിനുശേഷം ടെർബോ ജോസിന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ടെർബോ ജോസ് ഇടുക്കിയിൽ പണ്ട് ഉരുൾ പൊട്ടിയ ഒരു കഥ പറയുന്നുണ്ട്. അതെന്തിനാണ് അവിടെ പ്ലേസ് ചെയ്തത്? എനിക്ക് ഭയങ്കരമായിട്ട് ബിലോ ആവറേജ് ഫീൽ അടിച്ചു കേട്ടോ. വൺ ടൈം വാച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. വൺ ടൈം വാച്ച് എന്ന് വെച്ചാൽ എങ്ങനെയാണ്, നമ്മൾ വലിയ പ്രതീക്ഷകളോടെ പോയി കണ്ടു, 150 രൂപയുടെ ടിക്കറ്റേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷേ ഇതായിരുന്നു ഇതിൻ്റെ മൂഡ് എന്ന് അറിയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഷോയ്ക്ക് പോയി ഇടിച്ചു കുത്തില്ല എന്ന് പറയുന്ന ഒരു സംഭവം. ഞാൻ ഇത്തിരി നെഗറ്റീവായി പോകുന്നുണ്ടോ എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു കരിയർ പൊസിഷനിൽ നിൽക്കുന്ന ഒരു നടനെ വെച്ചിട്ട്, മമ്മൂട്ടിയെ വെച്ചിട്ട്, അതും ഇത്രയധികം ഹിറ്റുകൾ ഉണ്ടാക്കി ആളുകൾ ശ്രദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് വേണമായിരുന്നോ മിഥുൻ മാനുവൽ തോമസ്? എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ കഥ കണ്ട സമയത്തേ അതൊക്കെ ഏത് കാലഘട്ടത്തിൽ കണ്ട ട്രീറ്റ്മെൻ്റ് ആണ് ചെന്നൈക്ക് പോകുന്നത്. ഈ ചെന്നൈ ചെല്ലുന്ന സമയത്തും ഹൈദരാബാദ് ചെല്ലുന്ന സമയത്തും മംഗലാപുരത്ത് ചെല്ലുന്ന സമയത്തും ഇപ്പോൾ കൊച്ചിയിൽ വരുന്ന സമയത്തും എങ്ങനെയാണ് കറക്റ്റായിട്ട് ചില ആളുകൾ ഈ ഡോണുകളെ കണ്ടുമുട്ടുന്നത്? ഇവർ വരുന്നത് വരെ ആ ഒരു ഡോണുകൾ അങ്ങോട്ട് വിഹരിക്കുകയാണ്. എന്തൊരു ക്ലീശേ സാധനമാണ്. അവസാനം നിയമ സംവിധാനവും സ്വന്തം സുഹൃത്തും കൂട്ടുകാരും എല്ലാവരും ഡോണിൻ്റെ കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചിത്രത്തിൻ്റെ എഴുത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. മിഥുൻ മാനുവൽ തോമസ് ആണ്. പോരാ, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വൈശാഖാണ്. വൈശാഖിൻ്റെ സിനിമകൾ നമുക്കറിയാമല്ലോ. വൈശാഖിൻ്റെ സിനിമകളിലെ സ്ഥിരം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവസാനം മറ്റേ ഗോഡൗണിലുള്ള അടി നമ്മൾ വേറൊരു നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ്റെ അടുത്ത് നിന്ന് കടമെടുത്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതിനകത്ത് ആർട്ട് സംവിധാനങ്ങൾ, ഫാക്ടറി കാര്യങ്ങളൊക്കെ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതിനകത്ത് കുറേ മീനൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടി. ടെർബോ ജോസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ജോസ് എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഈ ഒരു സിനിമയിൽ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത്ര നൈസായിട്ട് തോന്നിയില്ല. ഒരു മലയോര കർഷകൻ കഥാപാത്രമാണോ അല്ലെങ്കിൽ മലയോരത്ത് വെറുതെ നടക്കുന്ന ഒരു കഥാപാത്രമാണോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ജീപ്പ് ഓടിക്കുന്ന ഒരു കഥാപാത്രമാണ് ആദ്യഘട്ടങ്ങളിൽ. പിന്നീട് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നുമില്ല. ഈ ഒരു കഥാപാത്രത്തിൻ്റെ കൂടുതൽ കഥകൾ സെക്കൻഡ് പാർട്ടിൽ കാണിച്ചു തരാൻ ഒരു അവസരം തരുമോ എന്ന് മിഥുൻ മാനുവൽ തോമസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞേനെ. കാരണം അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്യുന്ന പരിപാടി സിനിമയുടെ അവസാനമുണ്ട്. അതിനുള്ളൊരു സാധ്യതയും അതിൻ്റെ ഒരു ക്ലീശയും എനിക്ക് വല്ലാതെ അങ്ങോട്ട് മുഴച്ചു നിൽപ്പായിട്ട് ഫീൽ ചെയ്തു. രാജ്ബി ഷെട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് വേറെ ഒരു രീതിയിൽ ഇവിടെ പ്രസൻറ്റ് ചെയ്തതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും മിഥുൻ മാനുവൽ തോമസിന് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വില്ലൻ കഥാപാത്രത്തിനും ബാക്ക്ഗ്രൗണ്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു വില്ലൻ കഥാപാത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ കണ്ടിന്യൂവേഷൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മറ്റേ റോളക്സ് മോഡൽ സാധനമൊക്കെ ആയിരിക്കും. ഏതായാലും രാജ്ബി ഷെട്ടി അദ്ദേഹത്തിന് കൊടുത്ത കഥാപാത്രങ്ങൾ ചെയ്തു. പിന്നെ കുറേയധികം ക്രിഞ്ചൻ ഡയലോഗ് അദ്ദേഹത്തിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പറയുകയുണ്ടായി. പിന്നീട് സുനിലുണ്ട്. നമ്മൾ കന്നഡ തെലുങ്ക് ചിത്രങ്ങളിലൊക്കെ കാണുന്ന സുനിൽ. അദ്ദേഹത്തിൻ്റെ കോമഡി മുഹൂർത്തങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. അഞ്ജന ജയപ്രകാശ് കുഴപ്പമില്ല, പക്ഷേ എന്തോ ചില സാഹചര്യങ്ങളിൽ മിസ്കാസ്റ്റ് പോലെ ഫീൽ ചെയ്തു. എന്നാലും ഓക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വെറുപ്പിക്കലും അതേപോലെ തന്നെ കോമഡിയും കൈകാര്യം ചെയ്ത ഒരാളുണ്ടായിരുന്നു, ബിന്ദു പണിക്കർ. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഭംഗിയായിട്ട് തന്നെ ചെയ്തു. ഇനിയിപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ സിനിമകളിലെ അഭിവാജ്യ ഘടകം ജോണി ആന്റണി ഉണ്ടായിരുന്നു. അദ്ദേഹം രസമായിട്ട് തന്നെ ചെയ്തു. ഇനിയിപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിഷ്ണു ശർമ്മയാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി രസമാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കുറേയധികം സ്റ്റണ്ട് സീനുകളുണ്ട്, കാർ ചേസിങ് സീനുകളുണ്ട്, ഫൈറ്റ് സീക്വൻസുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക് അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാർ ചേസിങ് സീനുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്ത് കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല. എന്നാലും ഓക്കെയാണ്. ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഒത്തിരിയധികം ആളുകൾക്ക് പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത് ആ ഒരു ക്ലൈമാക്സിൻ്റെ പവർ കൊണ്ടാണ്. അത് ആ ഒരു സ്റ്റണ്ട് ഫൈറ്റ് സീക്വൻസുകൾ മാത്രമുള്ള ഒരു സംഭവമാണ്. അതിൽ ഉള്ള സിനിമാറ്റോഗ്രാഫിയൊക്കെ നൈസായിരുന്നു. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദാണ്. ഗംഭീരമായിട്ടുള്ള എഡിറ്റിംഗ്. മ്യൂസിക് ബൈ ക്രിസ്റ്റോഫ് സേവിയർ.
ഇപ്പോൾ ക്രിസ്റ്റോ സേവിയറിൻ്റെ ഒരു മ്യൂസിക് അതിനെക്കുറിച്ചൊരു വലിയ പ്രതീക്ഷകൾ ഞാൻ ട്രെയിലറിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ സിനിമ കാണുന്ന സമയത്ത് ചെവിത്തല കേൾക്കാൻ വയ്യാത്ത തരത്തിലേക്കുള്ള മ്യൂസിക് ആയിരുന്നു. അതേപോലെ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, മറ്റേ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളും അതും ഒട്ടും മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പം മമ്മൂട്ടി ഒരു മഹീന്ദ്ര താർ ഓടിച്ചിട്ട് ഒരു സ്റ്റണ്ട് ചെയ്യുന്നൊരു സീനുണ്ട്. അപ്പോൾ അത് സ്റ്റണ്ട് ചെയ്യുന്ന സമയത്ത് ഏതോ ഹയാബുസ ബൈക്ക് ഇട്ടിട്ട് ഇരപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരു സൗണ്ട് എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സൗണ്ട് എഫക്റ്റ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സിനിമയിൽ ആകെ മൊത്തം കൂടപ്പുറപ്പായിട്ടുണ്ട് എന്നുള്ളത്. ഇടയ്ക്കൊക്കെ അതിങ്ങനെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു രസം ഉണ്ടായിരുന്നില്ല കേൾക്കാൻ. തിയേറ്ററിൻ്റെ ആണോ എന്നുള്ളത് എനിക്കറിയില്ല, ആവാൻ വഴിയില്ല. മറ്റുള്ള മികച്ച സിനിമകൾ ഞാൻ ആ ഒരു തിയേറ്ററിൽ നിന്നിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അത് അങ്ങനെയുള്ള ഒരു പരിപാടി. പിന്നെ ബാക്കിയുള്ള മ്യൂസിക്കൽ അപ്രോച്ച് ആണെങ്കിലും മൈൻഡിൽ നിൽക്കുന്ന തരത്തിലേക്കൊന്നുമില്ല. ടോട്ടൽ സിനിമ നമുക്കൊരു വൺ ടൈം വാച്ചാണ്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം ഇറക്കിയിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ സ്ഥിരം ചിത്രങ്ങളുടെ കൂടെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഇന്ന് ഏതായാലും ഞാൻ സംഖ്യ വേണ്ടി വരുമായിരിക്കും, കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ടി വരുമായിരിക്കും. മമ്മൂട്ടി ചിത്രമാണ്, വലിയ വിഷമമുണ്ട്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ്റെ എത്ര സിനിമകളാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ റിവ്യൂ ചെയ്ത് അങ്ങ് ആഘോഷിച്ചത്, ആസ്വദിച്ചത്. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു സിനിമ വരുന്നത്. ദേഷ്യം വരാതിരിക്കുമോ? ഞാൻ അത്രയധികം അദ്ദേഹത്തിലെ കലാകാരനെ ആരാധിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് ആൾക്കാർ ഇങ്ങനെ ഉപയോഗിച്ച് തേഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒരു മമ്മൂട്ടി പടം നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. എനിക്കത് വലിയ വിഷമമുണ്ടാക്കിയ ഒരു സംഗതിയാണ്. മിഥുൻ മാനുവലിന് പറയാം, അദ്ദേഹം ഫ്രഷ് ആയിട്ട് ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്കാമിനെ കുറിച്ചിട്ട് ഈ ഒരു സിനിമയിൽ കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അത് മാത്രമായിട്ട് വേറൊരു സിനിമയ്ക്ക് വലിയ സാധ്യത ഉണ്ടായിരുന്നു. എന്തിന്, വൈ മമ്മൂട്ടി എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് തോന്നിയത്. ടെർബോ ജോസ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ആ ഒരു സാഹചര്യങ്ങൾ, ഇടുക്കി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഓക്കെ, അവിടെ ഒരു വലിയ സ്റ്റോറിക്ക് സ്കോപ്പുണ്ട്. അയാൾ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പം മലയാള സിനിമയിലെ ഹീറോസൊക്കെ ചെന്നൈയിലേക്ക് പോകുന്ന പരിപാടി കാണേണ്ടി വരുമോ? ഷാജി പാപ്പനൊക്കെ ചെന്നൈ പോയി കഴിഞ്ഞാൽ വേറൊരു കഥാ സാധ്യത അവിടെയുണ്ട്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.